ഇന്ന് നാരങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? 1 കിലോ നാരങ്ങ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ കഴുകി വൃത്തിയാക്കി 4 പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാച്ചാറിന് കയ്പ്പ് വരും. നമ്മൾ നാരങ്ങ വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വേഗം തന്നെ നമുക്ക് നാരങ്ങ കുട്ടന്മാരെ മുറിച്ചെടുക്കാം കേട്ടോ. കളികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഋതുക്കുട്ടനും ജോയിൻ ആയിട്ടുണ്ട്. ഇനി ഞാനും ഋതുക്കുട്ടനും കൂടെയാണ് ബാക്കിയുള്ള നാരങ്ങകളൊക്കെ മുറിക്കുന്നത്. മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. 2 സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കല്ലുപ്പും നാരങ്ങയും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഇനി അച്ചാറിന് വേണ്ടുന്ന ബാക്കി ഐറ്റംസ് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് മുറിച്ചത്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 കഷ്ണമായിട്ടാണ് കേട്ടോ ഒരു വെളുത്തുള്ളി മുറിച്ചിരിക്കുന്നത്. അച്ചാറിന് അത്യാവശ്യം എരിവ് വേണ്ടത് കൊണ്ട് തന്നെ 100 ഗ്രാമോളം നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. സാധാരണ പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഇനി വേഗം തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് മണികൾ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. അച്ചാറിന് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രാഹ്മൺസിൻ്റെ പിക്കിൾ പൗഡർ ആഡ് ചെയ്യാം. ഞാൻ എല്ലാ അച്ചാറിലും ബ്രാഹ്മൺസിൻ്റെ പിക്കിൾ പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്ന ശേഷം തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വിനാഗിരിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമുക്കിനി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കായപ്പൊടി ചേർക്കുന്നത്. നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ച നാരങ്ങ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ നാരങ്ങ നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയും മിക്സും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോളം നമ്മൾ ചൂടാക്കുന്നേ ഉള്ളൂ, തിളപ്പിക്കുന്നില്ല നമ്മൾ. ചൂടാറിയ ശേഷം നമുക്ക് അച്ചാർ ചില്ലി ബോട്ടിലുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു 4 ആഴ്ചയെങ്കിലും കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം.